Good evening, all of you. PDF വന്നോ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി ടൈംസ് ഫിനാൻഷ്യൽ എമർജൻസി വാസ് ഇമ്പോസ്ഡ് ഇൻ ഇന്ത്യ? ഏതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആയിരിക്കും വരുന്നത്. ഹൗ മെനി ടൈംസ് ഫിനാൻഷ്യൽ എമർജൻസി വാസ് ഇമ്പോസ്ഡ് ഇൻ ഇന്ത്യ? 0 ടൈംസ്. അപ്പൊ നമുക്ക് ഫിനാൻഷ്യൽ എമർജൻസിയെ പറ്റിയിട്ട് പഠിക്കാവുന്നതാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് വേണം പറയാൻ വേണ്ടിയിട്ടാ? പ്രസിഡന്റിനാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം. ആർക്കാണ്? പ്രസിഡന്റിനാണ്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇത് ഭരണഘടന വിഭാവന ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 360 പ്രകാരം ആണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 360 പ്രകാരം എന്ന കാര്യം ഓർത്തു വെച്ചേക്കാം. ഇനി സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രസിഡന്റ് പ്രഖ്യാപിച്ചാൽ പാർലമെന്റ് എത്ര നാളുകൾക്കുള്ളിൽ അംഗീകാരം നൽകണം? 2. അതായത് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഈവൻ എപ്പോഴെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പാർലമെന്റ് എത്ര നാളുകൾക്കുള്ളിൽ ഇതിന് അംഗീകാരം നൽകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിത്തിൻ 2 monthsനുള്ളിൽ അംഗീകാരം നൽകേണ്ടതാണ്. ഇനി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സംഭവം ഉണ്ടാവാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുകടം വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യാവുന്നതാണ്? സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉണ്ടാകാവുന്നതാണ്. പൊതുകടം വർദ്ധിക്കുമ്പോൾ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉണ്ടാകാവുന്നതാണ്. ഇനി കൂടാതെ രണ്ടാമത്തെ പോയിന്റ് ആണ് സാമ്പത്തിക സ്ഥിരതയില്ലായ്മ. ഈ രണ്ട് കേസിനകത്ത് വരുമ്പോഴാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. എന്തൊക്കെയാണ്? പൊതുകടം വർദ്ധിക്കുമ്പോഴും അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിരത ഇല്ലാതെ വരുമ്പോഴും ആണ് ഏത് വരുന്നത്? നമ്മൾക്ക് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞത്. രണ്ട് റീസൺസ് ആണ് വരുന്നത്. പൊതുകടം വർദ്ധിപ്പിക്കുമ്പോഴും സാമ്പത്തിക സ്ഥിരത ഇല്ലാതെ വരുമ്പോഴും ആണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ആർട്ടിക്കിൾ 360 പ്രകാരമാണ് വരുന്നത്. പ്രമേയം പാസ്സാക്കേണ്ടത് ഏത് ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ്? സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസ്സാക്കേണ്ടത് കേവല ഭൂരിപക്ഷം എന്ന കാര്യം ഓർത്ത് വെച്ചേക്കണം. എന്താണ്? കേവല ഭൂരിപക്ഷമാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരത്തിന്റെ പ്രമേയം പാസ്സാക്കേണ്ടത് കേവല ഭൂരിപക്ഷത്തോട് പാസ്സായെങ്കിൽ മാത്രമേ ആ പ്രമേയം പാസ്സാക്കാൻ പറ്റത്തുള്ളൂ. ഇനി അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പാർലമെന്റ് എത്ര നാളുകൾക്കുള്ളിൽ അംഗീകാരം നൽകണം എന്നുള്ളത് 2 monthsനുള്ളിൽ അംഗീകാരം നൽകണം. അപ്പൊ ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഇപ്പൊ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം പ്രസിഡന്റ്. ആർട്ടിക്കിൾ 360. പ്രമേയം പാസ്സാക്കേണ്ടത് കേവല ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രസിഡന്റ് പ്രഖ്യാപിച്ചാൽ പാർലമെന്റ് എത്ര നാളുകൾക്കുള്ളിൽ അംഗീകാരം നൽകണം? 2 മാസത്തിനുള്ളിൽ അംഗീകാരം. 2 മാസം. കാരണം പൊതുകടം വർദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിരത ഇല്ലാതെ വരുമ്പോഴാണ്. ഇനി നമുക്ക് ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ എത്ര നാൾ തുടരാവുന്നതാണ്? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഓരോന്നും എത്രയാണ്? 6 മാസം കൂടുമ്പോൾ പുതുക്കേണ്ടതാണെന്നൊക്കെ പറയാറുണ്ട്. മാക്സിമം 3 years എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ എത്ര നാൾ വരെ കണ്ടിന്യൂ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. അത് എപ്പോഴാണോ എൻഡ് ചെയ്യുന്നത് അതുവരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ തുടരാവുന്നതാണ്. അപ്പം സാമ്പത്തിക അടിയന്തരാവസ്ഥ എത്ര നാൾ വരെ തുടരാവുന്നതാണ്. ഇനി ലിമിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിമിറ്റ് ഒന്നും ഇല്ല. ഇൻഫിനിറ്റി ആണ്. പിന്നെ അനിശ്ചിതകാലം ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്. സാമ്പത്തിക അടിയന്തരാവസ്ഥ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാൾ വരെ കണ്ടിന്യൂ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിശ്ചിതകാലം എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. ഇനി നമ്മളിത് പ്രഖ്യാപിക്കുന്നതും പിൻവലിക്കുന്നതും ആർക്ക് തന്നെയാണ്? പ്രസിഡന്റിന് തന്നെയാണ്. പ്രഖ്യാപിക്കുന്നതും പിൻവലിക്കുന്നതും ആര് തന്നെയാണ്? പ്രസിഡന്റിന് തന്നെയാണെന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. ഇനി അമേരിക്കയിലെ ഏത് ആക്ടിനോടെയാണ് അംബേദ്കർ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉപമിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
1933 നാഷണൽ റിക്കവറി ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അതായത് സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സംഭവം അംബേദ്കർ അമേരിക്കയിലെ ഏത് ആക്ടിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? 1933 നാഷണൽ റിക്കവറി ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. എന്താണ്? നാഷണൽ റിക്കവറി ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. നാഷണൽ റിക്കവറി ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവമായിട്ടാണ്, നാഷണൽ റിക്കവറി ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് 1933 അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അംബേദ്കർ ഇതിനെ ഉപമിച്ചത്. അമേരിക്കയിലെ ഏത് ആക്ട് ആണ്? നാഷണൽ റിക്കവറി ആക്ട് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. എന്താണ്? നാഷണൽ റിക്കവറി ആക്ട് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇനി ഈ രണ്ട് ചോദ്യങ്ങളും പരീക്ഷയ്ക്കകത്ത് വന്നതാണ്, നേരത്തെ ഒരു ഡിഗ്രി ലെവൽ എക്സാംസിന് വന്നതാണ്. നമ്മൾ ഇനിയും പറയാൻ പോകുന്ന രണ്ട് പോയിന്റുകൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. അതായത് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവർക്ക് ശമ്പളം കുറയ്ക്കുന്ന സാഹചര്യം എന്തുണ്ടാവും? സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാർ ഉൾപ്പെടെ ഉള്ളവർക്ക് ശമ്പളം കുറയ്ക്കുന്നതിലേക്ക് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? എസ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ ഉൾപ്പെടെ ഉള്ളവർക്ക് ശമ്പളം കുറയ്ക്കുന്ന സാഹചര്യം അടിയന്തരാവസ്ഥ സമയത്ത് ഉണ്ടാകും എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്കകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് എസ് ആണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉള്ളപ്പോൾ സംസ്ഥാനം മണി ബില്ലുകളും ഫിനാൻഷ്യൽ ബില്ലുകളും ഗവർണർ അങ്ങ് അംഗീകരിച്ചു കഴിഞ്ഞാൽ പോലും ആരുടെ അനുമതി നേടേണ്ടതാണ്? പ്രസിഡന്റിന്റെ അനുമതി നേടേണ്ടതാണ്. അപ്പൊ ഒരു സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മണി ബില്ലോ ഫിനാൻഷ്യൽ ബില്ലുകളോ ഒക്കെ ഗവർണർ അത് അംഗീകരിച്ചാലും ആരുടെ അനുമതിക്കായിട്ട് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉള്ളപ്പോൾ കൊണ്ടുപോകേണ്ടതാണ്? പ്രസിഡന്റിന്റെ അനുമതി നേടേണ്ടതാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉള്ളപ്പോൾ. ഒന്നുകൂടെ പറയാം, ഈ രണ്ട് കണ്ടീഷൻസും നോട്ട് ചെയ്ത് വെച്ചേക്കണം. സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതി ജഡ്ജിമാർ ഉൾപ്പെടെ ഉള്ളവർക്ക് ശമ്പളം കുറയ്ക്കുന്ന സാഹചര്യവും വരുന്നുണ്ട്. അതുകൂടാതെ സംസ്ഥാനം മണി ബില്ലുകളായാലും ഫിനാൻഷ്യൽ ബില്ലുകളായാലും ഗവർണർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റിന്റെ അനുമതി നേടേണ്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ആണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉള്ളപ്പോൾ മണി ബിൽ ആയാലും ഫിനാൻഷ്യൽ ബില്ലുകളായാലും സ്റ്റേറ്റ് റിലേറ്റ് ചെയ്ത് ഗവർണർ അംഗീകരിച്ചാൽ പോലും ആരുടെ അനുമതി നേടേണ്ടതാണ്? പ്രസിഡന്റിന്റെ അനുമതി നേടേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് മറ്റ് അടിയന്തര അവസ്ഥകളെ പോലെ തന്നെ 6 മാസം കൂടുമ്പോഴുള്ള പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതായത് നമുക്ക് നാഷണൽ എമർജൻസി ആയാലും സ്റ്റേറ്റ് എമർജൻസി ആയാലും ഒക്കെ എന്താണ് 6 മാസം കൂടുമ്പോൾ പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്തില്ല? പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇത് എത്ര നാൾ വരെ കണ്ടിന്യൂ ചെയ്യാം, എത്ര നാൾ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉണ്ടോ അത്ര നാളത്തേക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. സോ അനിശ്ചിത കാലം എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. അപ്പൊ ഇതിന്റെ ഓൾ ഓവർ നമ്മൾക്കൊന്ന് പറയാവുന്നതാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് 360 ഇന്ത്യയിൽ ഇതുവരെ ഇത് പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിക്കുന്നതും ആ സാമ്പത്തിക അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നതും ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ് ആണ്. അംബേദ്കർ ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ 360 എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് ആക്ടിനോട് ഉപമിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 33 നാഷണൽ റിക്കവറി ആക്ട് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈവൻ ഇന്ത്യയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതിയിലെ ആയാലും സുപ്രീം കോടതിയിലെ ആയാലും ജഡ്ജിമാർ ഉൾപ്പെടെ ഉള്ളവർക്ക് ശമ്പളം കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഇനി സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉള്ളപ്പോൾ സംസ്ഥാനം മണി ബില്ലായാലും ഫിനാൻഷ്യൽ ബില്ലായാലും ഗവർണർ അംഗീകരിച്ചാൽ പോലും ആരുടെ അനുമതി നേടേണ്ടതാണ്? പ്രസിഡന്റിന്റെ അനുമതി നേടേണ്ടതാണ്. ഇതിന്റെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അനിശ്ചിതകാലമാണ്. എത്ര നാൾ സാമ്പത്തിക അടിയന്തരാവസ്ഥയുണ്ട് അത്ര നാൾ ഇത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇനി പാർലമെന്റിന്റെ അംഗീകാരം ഇതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റേ അടിയന്തരാവസ്ഥകളെ പോലെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മാസം കൂടുമ്പോൾ ഉണ്ടാവുന്ന പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമില്ല. ഇനി പ്രസിഡന്റ് ഈ ഒരു സംഭവം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എത്ര നാളുകൾക്കുള്ളിൽ പാർലമെന്റ് അംഗീകാരം നൽകണം എന്ന് ചോദിച്ചാൽ 2 മന്ത്സിനുള്ളിൽ അംഗീകാരം. ഇതും PYQ ആണ്. എന്ത് കണ്ടീഷൻസിലാണ് ഈ പറഞ്ഞിരിക്കുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുകടം വർദ്ധിപ്പിക്കുമ്പോഴും സാമ്പത്തിക സ്ഥിരത ഇല്ലാതെ ഇരിക്കുമ്പോഴും ആണ് ഫിനാൻഷ്യൽ എമർജൻസി പുറപ്പെടുവിക്കുന്നത്. ഇനി ഇത് പ്രമേയം പാസ്സാക്കുന്നത് കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പ്രമേയം പാസ്സാകുന്നത്. ഇന്നലത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് എംപോക്സ്
കേരളത്തിൽ എവിടെയാണ് ആദ്യമായിട്ട് വന്നത്? അപ്പൊ അതിന്റെ ഒരു കണക്റ്റഡ് പോയിന്റ് ആണ്, കറന്റ് അഫേഴ്സിന്റെ കണക്റ്റഡ് പോയിന്റും നമ്മൾ ഇതിനകത്തൂടെ എടുക്കുന്നുണ്ട്. സോ അതിനകത്ത് വരുന്നതാണ് എംപോക്സുമായി ബന്ധപ്പെട്ട് ഇന്നലത്തെ LGS പരീക്ഷയ്ക്കകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൂടെ നമ്മൾ അതിന്റെ കണക്റ്റഡോട് അങ്ങ് പറയുകയാണ് കറന്റ് അഫേഴ്സിന്റെ. അതായത് എംപോക്സിനെതിരെയുള്ള ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ ആണ് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. എംപോക്സിനെതിരെയുള്ള ലോകത്തെ ആദ്യത്തെ വാക്സിൻ ബയോടെക്നോളജി കമ്പനിയായ ബവേറിയൻ നോർഡിക് വികസിപ്പിച്ച MVA-BN വാക്സിൻ ആണ് അംഗീകാരം ലഭിച്ചത്. ബയോടെക്നോളജി കമ്പനിയായ ബവേറിയൻ നോർഡിക് വികസിപ്പിച്ച എന്താണ് ബവേറിയൻ നോർഡിക് വികസിപ്പിച്ച MVA-BN വാക്സിൻ ആണ് അംഗീകാരം ലഭിച്ചത്. MVA-BN വാക്സിൻ ആണ് അംഗീകാരം ലഭിച്ചത്. ബവേറിയൻ നോർഡിക് വികസിപ്പിച്ച MVA-BN വാക്സിൻ ആണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ബവേറിയൻ നോർഡിക് വികസിപ്പിച്ച MVA-BN വാക്സ്. അപ്പൊ ബയോടെക്നോളജി കമ്പനി ആയിട്ടുള്ള ബവേറിയൻ നോർഡിക്, കമ്പനിയുടെ പേര് ബവേറിയൻ നോർഡിക് ആണ്. MVA-BN വാക്സിൻ ആണ്. അപ്പൊ അടിയന്തരമായിട്ട് വാക്സിൻ ആവശ്യമുള്ള മേഖലയിലേക്ക് വിതരണം ചെയ്യാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. അടിയന്തരമായിട്ട് വാക്സിൻ ആവശ്യമുള്ള മേഖലയിലേക്ക് വിതരണം ചെയ്യാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. ബയോടെക്നോളജി കമ്പനി ആയിട്ടുള്ള ബവേറിയൻ നോർഡിക് വികസിപ്പിച്ച MVA-BN വാക്സിൻ ആണ് അംഗീകാരം ലഭിച്ചത് എന്ന കാര്യം ഓർത്തു വെച്ചേക്കാം. എംപോക്സിനെതിരെയുള്ള ലോകത്തെ ആദ്യത്തെ വാക്സിൻ ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഇനി വാക്സിന്റെ പേരാണ് ഏതെന്ന് പറയുന്നത്? വാക്സിന്റെ പേര് MVA-BN. കമ്പനി ബവേറിയൻ നോർഡിക് ആണ്. ഇനി വികസിത രാജ്യങ്ങൾക്കായിട്ട് വാക്സിൻ, മരുന്ന്, ചികിത്സ എന്നിവയുടെ സുരക്ഷയും ഫലപ്രാപ്തിയും ഉറപ്പുവരുത്തുവാൻ ലോകാരോഗ്യ സംഘടന സ്വീകരിച്ചിട്ടുള്ള സംവിധാനമായ പ്രീ ക്വാളിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലാണ് വാക്സിന് അനുമതി നൽകിയത്. അപ്പൊ അവികസിതമായിട്ടുള്ളതും വികസിത രാജ്യങ്ങൾക്കായിട്ടുള്ള വാക്സിന്, മരുന്ന്, ചികിത്സ എന്നിവയുടെ സുരക്ഷയും ഫലപ്രാപ്തിയും ഉറപ്പുവരുത്താൻ ലോകാരോഗ്യ സംഘടന സ്വീകരിച്ചിട്ടുള്ള സംവിധാനമായ പ്രീ ക്വാളിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയത്. മരുന്ന്, ചികിത്സ എന്നിവയുടെ സുരക്ഷയും ഫലപ്രാപ്തിയും ഉറപ്പുവരുത്താൻ ലോകാരോഗ്യ സംഘടന സ്വീകരിച്ചിട്ടുള്ള സംവിധാനമായ പ്രീ ക്വാളിഫിക്കേഷൻ അടിസ്ഥാനത്തിലാണ് വാക്സിൻ അനുമതി നൽകിയത്. കേരളത്തിൽ ആദ്യമായി എംപോക്സ് സ്ഥിരീകരിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിനാണ് രോഗബാധ. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് എംപോക്സ് അഥവാ മങ്കി പോക്സ് അല്ലെങ്കിൽ വാനര വസൂരിയൊക്കെ സ്ഥിരീകരിച്ചത് എവിടെയാണ്? മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് സ്ഥിരീകരിച്ചത്. മഞ്ചേരി എവിടെയാണ്? മലപ്പുറം ആണോ? രാജ്യത്ത് ഔദ്യോഗികമായിട്ട് സ്വീകരിക്കുന്ന രണ്ടാമത്തെ രോഗബാധിതയാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഡൽഹിയിലാണ് ആദ്യത്തേതെന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ രണ്ടാമതായിട്ടും കേരളത്തിൽ ആദ്യമായിട്ടും വന്നിരിക്കുന്നത് എവിടെയാണ്? മഞ്ചേരിയിലാണ്. അപ്പൊ ആദ്യമായിട്ട് എംപോക്സ് സ്ഥിരീകരിച്ചത് എവിടെയാണ്? ഔദ്യോഗികമായിട്ട് ഡൽഹിയിലാണ് സ്ഥിരീകരിച്ചത്. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് എംപോക്സ് സ്ഥിരീകരിച്ചത് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്ന രണ്ടാമത്തെ രോഗബാധയാണ് ഡൽഹിയിലാണ് ആദ്യത്തേതെന്ന് പറഞ്ഞിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയാണ് മരുന്നും ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രീ ക്വാളിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലാണ് വാക്സിൻ നൽകിയിരിക്കുന്നത്. വാക്സിൻ വികസിപ്പിച്ച കമ്പനിയുടെ പേരെന്ന് പറഞ്ഞിരിക്കുന്നത് ബവേറിയൻ നോർഡിക് എന്നിട്ടാണ്. അത് MVA-BN വാക്സിൻ ആണ്. എംപോക്സിന് ഉള്ള വാക്സിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് MVA-BN വാക്സിൻ ആണ്. MVA-BN വാക്സിൻ ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് നോക്കാം, താഴെ പറയുന്നവയിൽ ഏതാണ് ജുഡീഷ്യൽ റിട്ട് ആയിട്ട് വരുന്നത്?
ഓക്കെ, അപ്പൊ ഇതിനകത്ത് ആൻസർ ഏതാണ് വരുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് ജുഡീഷ്യൽ റിട്ട് ആയിട്ട് പറയുന്നത്? ഓപ്ഷൻ ഡി. വേറെ ആരും ആൻസറിലേക്ക് വരുന്നില്ല. അറിയാത്തോണ്ടാണോ പറയാത്തത്? ധനുഷ, നിഷ, നീനു, നിജിന, വിദ്യ, ശ്രീല, ശരണ്യ, സിനി. അപ്പൊ ജുഡീഷ്യൽ ആയിട്ടുള്ള റിട്ട് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ഏത് വേർഡിൽ നിന്നിട്ട് ഉത്ഭവിച്ചിരിക്കുന്നതാണ്? ലാറ്റിൻ വേർഡിൽ നിന്നിട്ടാണ് ഇതെല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത്. അപ്പം റിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിട്ട്, സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് പറയേണ്ടത്? 32 ആണ്. അതുപോലെ തന്നെ ഹൈക്കോടതിയും റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു. ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം പറയാൻ വേണ്ടിയിട്ട്? 226 വേണം ആർട്ടിക്കിൾ പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഇന്ത്യയിൽ എത്ര കോടതികൾക്കാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം എന്ന് ചോദിച്ചു? സൗണ്ട് ഓക്കെ ആണല്ലോ അല്ലെ? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കോടതിക്ക് മാത്രമേ ഉള്ളൂ, സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സുപ്രീം കോടതിക്ക് ഹൈക്കോടതിയും റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് 32 അതുപോലെ തന്നെ 226 പ്രകാരമാണ്. റിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണ് എങ്കിൽ അതിൽ നമ്മൾക്ക് ചോദ്യം ചെയ്യാനുള്ള അധികാരം ഒരു പൗരനുണ്ട്. അതിന് നമ്മൾക്ക് സുപ്രീം കോടതിനെയോ ഹൈക്കോടതിനെയോ സമീപിക്കാവുന്നതാണ്. അതിന് പറയുന്ന പേരാണ് റിട്ടുകൾ. ഇന്ത്യയിൽ 2 കോടതികൾക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. ഒന്ന് സുപ്രീം കോടതിയും ഒന്ന് ഹൈക്കോടതിയുമാണ്. ഏത് ആർട്ടിക്കിൾ പ്രകാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 32 226 എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. അപ്പം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് റിട്ടുകളെ പറ്റിയിട്ട്, എല്ലാ പരീക്ഷകൾക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യം. അപ്പൊ ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ശരീരം ഹാജരാക്കുക എന്നാണ് അർത്ഥം വരുന്നത്. അതായത് ഇതെല്ലാം ഏത് ഭാഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ലാറ്റിൻ ആണ് ഓൾമോസ്റ്റ് എല്ലാം വരുന്നത്. ലാറ്റിൻ പദത്തിൽ നിന്നിട്ടാണ് വേർഡ് ഉണ്ടായിരിക്കുന്നത്, ലാറ്റിൻ ആണ്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിനെതിരായിട്ടുള്ളതാണ് ഏത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പൗരന്മാരെ നിയമവിരുദ്ധമായിട്ട് തടങ്കലിൽ വെക്കുന്നതിനെതിരായിട്ടുള്ള ഉത്തരവാദിത്തമാണ് ഏതിൽ പറയുന്നത്? ഹേബിയസ് കോർപ്പസിനകത്ത് പറയുന്നത്. ഇനി മാൻഡമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നാണ് ഈ ലാറ്റിൻ പദത്തിന് അർത്ഥം വരുന്നത്. ഞങ്ങൾ കൽപ്പിക്കുന്നു, അതായത് വി കമാൻഡ് എന്നിട്ടുള്ള രീതിയിലാണ്. അതായത് ഒരു വ്യക്തി തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുകയും അതുവഴി മറ്റേതെങ്കിലും വ്യക്തിയുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്യുമ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത്? മാൻഡമസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡ്യൂട്ടീസ് ചെയ്യാതെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന ഒരു റിട്ടാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? മാൻഡമസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വി ഓർഡർ അല്ലെങ്കിൽ വി കമാൻഡ് എന്നൊക്കെ പറയുന്നതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത്. മാൻഡമസ് എന്ന് പറഞ്ഞിരിക്കുന്നത് വി ഓർഡർ ഓർ വി കമാൻഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ്. അതായത് നിയമപരമായിട്ടുള്ള കർത്തവ്യം നിറവേറ്റാതിരിക്കുകയും അതുവഴി മറ്റേതെങ്കിലും വ്യക്തിയുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്യുമ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടിന് പറയുന്ന പേരാണ് മാൻഡമസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ഡ്യൂട്ടീസ് ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ ഏതെന്ന് പറയുന്നു? ഡ്യൂട്ടീസ് മിസ്സാകുകയാണ്, ഒരു മാൻ അദ്ദേഹത്തിന് ഡ്യൂട്ടീസ് മിസ്സാക്കുകയാണ് എങ്കിൽ അതിന് പറയുന്നതാണ് മാൻഡമസ്. ഞങ്ങൾ കൽപ്പിക്കുന്നു, വി കമാൻഡ്. ഇനി പ്രൊഹിബിഷൻ എന്ന് പറയുന്ന സംഭവം എന്താണ്? പ്രൊഹിബിഷൻ അതായത് കീഴ്ക്കോടതികൾ അധികാര അതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നീതിക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ തടയുന്നതിന് പറയുന്ന പേരാണ്, തടയുന്നതിന് മേൽക്കോടതികള് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഇതിവിടെ നിൽക്കട്ടെ, പ്രൊഹിബിഷൻ ഞാൻ ഇപ്പൊ പറയാം. ഇനി കോ വാറണ്ടോ എന്ന് പറയുന്ന സംഭവം നോക്കാം. എന്ത് അധികാരം, എന്ത് അധികാരത്തോടെ എന്നിട്ടാണ് കോ വാറണ്ടോ? എന്ത് അധികാരം കൊണ്ട്? ഈ ലാറ്റിൻ പദത്തിന്റെ അർത്ഥം ഒരാളെ അർഹതയില്ലാതെ ഉദ്യോഗം വഹിക്കുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഏതെന്ന് പറയുന്നത്? കോ വാറണ്ടോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? ഉദ്യോഗം വഹിക്കുന്നത്, തന്റെ ഡ്യൂട്ടി അല്ല ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാല് ഒരു പിയൂണ് ഒരു ഡോക്ടറുടെ ജോലി ചെയ്യുന്നു, ഒരു കമ്പൗണ്ടറുടെ ജോലി ചെയ്യുന്നു, യാതൊരുവിധ പേപ്പർ വർക്കും ഇല്ലാതെ ചെയ്യുകയാണ് എങ്കിൽ അത് തടയാൻ സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ പുറപ്പെടുവിക്കുന്ന ഉത്തരവിന് പറയുന്ന പേരാണ് കോ വാറണ്ടോ എന്ന് പറഞ്ഞത്. എന്താണ് കോ വാറണ്ടോ എന്ന് പറയുന്നത്? ഒന്നുകൂടെ പറയാം.
എന്ത് അധികാരം കൊണ്ട് എന്നതാണ് ഈ ലാറ്റിൻ പദത്തിന് അർത്ഥം. അതായത് മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഡ്യൂട്ടി ചെയ്യുന്നില്ല, അതാണ് ഏതെന്ന് പറയുന്നത് മാൻഡമസ് എന്ന് പറഞ്ഞു. മാൻഡമസ് രണ്ടും കൂടെ കൺഫ്യൂസിങ് ആവരുത് പരീക്ഷാ ഹാളിൽ വെച്ചിട്ട്. മാൻഡമസ് എന്ന് പറയുമ്പോൾ ഡ്യൂട്ടി ചെയ്യുന്നില്ല. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അതായത് ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, ഒരു പക്ഷേ എന്തായിരിക്കും ഹയർ ജോബ്. നമ്മൾ ചിലപ്പം വേറെ ദീർഘാശുപത്രിയിലും ആശുപത്രികളിലും ഒക്കെ കാണാറുണ്ട് അങ്ങനെ. അതായത് ഒരാളില്ലെങ്കിൽ അവര് അടുത്ത ആള്, അതായത് മേ ബി അങ്ങനെയൊക്കെ നമ്മൾ അറിയാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് ചികിത്സിച്ചു കഴിഞ്ഞാൽ മേ ബി ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവിന് പറയുന്ന പേരാണ് കോ വാറന്റ്. നിങ്ങൾ എന്ത് അധികാരത്തോടെയാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഏത് കോ വാറന്റ്. മറ്റേത് എന്താണ്? ഡ്യൂട്ടി ചെയ്യുന്നില്ല, സ്വന്തം ഡ്യൂട്ടി ചെയ്യുന്നില്ല. ഇവിടെ എന്താണ്? ഉദ്യോഗം വഹിക്കുന്നത് തടയുന്നത് കൊണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പൊ ഇത് കണ്ടിട്ട് ഒരിക്കലും എന്തായിട്ട് പറയരുത്, ജുഡീഷ്യറി എന്നിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ പറയരുത്. ഓക്കെ, അപ്പൊ എന്ത് അധികാരം കൊണ്ടിട്ടാണ്, അതായത് ഉദ്യോഗം വഹിക്കുന്നു. നിങ്ങളൊക്കെ മേ ബി നമ്മളൊക്കെ പണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും, ചിലയിടത്ത് ഓഫീസിൽ വേറെ ഹയർ സാർമാരൊന്നും വരത്തില്ല, ഇപ്പോഴല്ല പണ്ടൊക്കെ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അവിടുത്തെ പിയൂണ് ഡോക്ടറുടെ അല്ലെങ്കിൽ മരുന്ന് വേണമെങ്കിൽ കൊടുക്കും. ഇപ്പൊ തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മൾ തന്നെ ഇപ്പോഴും ഫാർമസിയിലൊക്കെ പോയിട്ട് ചില മരുന്നുകളൊക്കെ വാങ്ങിക്കാറുണ്ടല്ലോ, നമുക്ക് ഡോക്ടറെ കാണാനുള്ള മടി കൊണ്ട്. അപ്പൊ അങ്ങനൊന്നും, അപ്പൊ അവർ പറയും എന്തായാലും ഡോക്ടറുടെ ചീട്ട് ഇല്ലാതെ പറ്റത്തില്ല എന്നൊക്കെ പറയും നമ്മളോട്. പക്ഷെ എങ്കിലും നമ്മൾ അവരറിയാതൊക്കെ വാങ്ങിക്കുന്നത് പോലെ, അതായത് ഡോക്ടറുടെ ജോലി ഡോക്ടർ തന്നെ ചെയ്യണം എന്ന് പറയുന്നത് പോലെ ഒരു ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് കൃത്യമായിട്ടും അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിൽ തടഞ്ഞുകൊണ്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവിന് പറയുന്ന പേരാണ് ഏത് കോ വാറന്റോ എന്ന് പറയുന്നത്. ഇനി സർഷ്യോററി എന്ന് പറയുന്നത് എന്താണ്? ഒരു കാര്യത്തെ പറ്റി അറിവ് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്? ഒരു കാര്യത്തെ പറ്റി അറിവ് കൊടുക്കുക എന്നാണ് സർഷ്യോററിക്ക് പറയുന്നത്. എന്താണ്? ഒരു കാര്യത്തെ പറ്റിയിട്ട് അറിവ് കൊടുക്കുക എന്നാണ് പറയുന്നത്. ഈ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റുവാൻ ഉത്തരവിടുന്നു. സർഷ്യോററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കാര്യത്തെ പറ്റിയിട്ട് അറിവ് കൊടുക്കുക. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റുവാൻ ഉത്തരവിടുന്ന ഒരു റിട്ടിന് പറയുന്ന പേരാണ് ഏതെന്ന് പറയുന്നത് സർഷ്യോററി എന്ന് പറയുന്നത്. ഒരു കാര്യത്തെ പറ്റിയിട്ട് അറിവ് കൊടുക്കുക. അതായത് ചില കേസുകളൊക്കെ കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റുവാൻ ഉത്തരവിടുന്ന ഒരു റിട്ടാണ് സർഷ്യോററി. ഓക്കെ, ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റുവാൻ ഉത്തരവിടുന്ന റിട്ടാണ്. ഇനി നമുക്ക് അടുത്തത് പറയാം, പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അതായത് കീഴ്ക്കോടതികൾ അധികാര അതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നീതിക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ തുടർന്ന് മേൽക്കോടതികൾ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അതായത് പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ തടയുക എന്നിട്ടാണ്. കീഴ്ക്കോടതികൾ അധികാര അതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നീതിക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ തടയുന്നതിന് മേൽക്കോടതികൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. മറ്റേത് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട കേസുകളാവാം, അത് അങ്ങോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്തത് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഇത് ആർക്കാണ് പണിഷ്മെന്റ് പോലെ കൊടുക്കുന്നത്? ജുഡീഷ്യൽ പോലെ കൊടുക്കുന്നത് എന്താണ്? പ്രൊഹിബിഷൻ. അതായത് ഇവിടെ ഓൾറെഡി അവിടെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ഡിഫറൻസ് മനസ്സിലാക്കണം. രണ്ടും മേ ബി ജുഡീഷ്യറിയുടെ ഒരു സാമീപ്യം പോലെ നമ്മൾക്ക് തോന്നും. അപ്പൊ ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് തെറ്റിപ്പോകുന്നതാണ്, ശ്രദ്ധിക്കണം. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട്, കീഴ്ക്കോടതി അധികാര അതിർത്തി ലംഘിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വാഭാവിക നീതിക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അതായത് രണ്ട് കേസസ് അവിടെ വന്നിട്ടുണ്ട്. ഒന്നുകിൽ കീഴ്ക്കോടതി അധികാര അതിർത്തി ലംഘിച്ചു, അല്ലെങ്കിൽ സ്വാഭാവിക നീതിക്കെതിരെ പ്രവർത്തിച്ചു. അങ്ങനെ രണ്ട് കേസസ് ഉണ്ടാവുന്ന കേസിലാണ് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മറ്റേത് എന്തുവാണ്? ചില നമ്മൾ പറയത്തില്ലേ, ആ കോടതി ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല കോടതിയിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇച്ചിരിയുടെ ഹയർ ലെവലിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ കേസസ് ഒക്കെ മാറ്റാറുണ്ടല്ലോ.
അങ്ങനത്തെയാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സർഷ്യോററി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഇസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. ഇവിടെ നമ്മൾക്ക് മാൻഡമസ് എന്ന് പറയുന്നതിന്റെ ഒരു ഷിഫ്റ്റിംഗ് ആണ് എവിടെ സംഭവിക്കുന്നത്, കോ വാറന്റോയിൽ സംഭവിക്കുന്നത്. രണ്ടും ഉദ്യോഗവുമായി തന്നെ ബന്ധപ്പെട്ടാണ്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഉദ്യോഗം ചെയ്യുന്നില്ല, മറ്റേത് ചെയ്യുന്നുണ്ട്, വേറെ ആളുടേതാണ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ദ മെയിൻ ഡിഫറൻസ്. മനസ്സിലായോ? അതായത് മാൻഡമസ് എന്ന് പറയുമ്പോഴും കോ വാറണ്ടോ എന്ന് പറയുമ്പോഴും രണ്ടും ഏകദേശം എല്ലാം എന്തൊക്കെ തന്നെ ആണ്, ഒരുപോലൊക്കെ തന്നെ ആണ്. പക്ഷെ ഇവിടെ ഡ്യൂട്ടി മിസ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്? ഡ്യൂട്ടി മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? കോ വാറണ്ട് എന്ത് അധികാരത്തോടാണ് താങ്കൾ ആ സ്ഥലത്ത് ഇരിക്കുന്നത്, താങ്കൾക്ക് അർഹത അല്ലാത്ത എന്ത് അധികാരത്തോടെയാണ്? മനസ്സിലായോ? ഉദ്യോഗം, അതായത് ആ ഒരു പോസ്റ്റ് ഡിഫറെന്റ്, അതായത് തന്റെ പോസ്റ്റിൽ അല്ലാതെ വേറൊരു പോസ്റ്റിൽ കയറിയിട്ട് വേറെ ആരുടെയോ ഉദ്യോഗം വഹിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോ വാറണ്ടോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏതാണ് കൊടുത്തിരുന്നത്? കോ വാറണ്ടോ ആണ് കൊടുത്തിരുന്നത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു കേസാണ് ഏത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ സർഷ്യോററി എന്ന് പറയുന്നതും. രണ്ടും ഒരു ജുഡീഷ്യറിയുടെ ഒരു ഇതുപോലെ തോന്നും. രണ്ടും കീഴ്ക്കോടതിക്കാണ് പണി കിട്ടുന്നത്. കീഴ്ക്കോടതിയിൽ നിന്ന് മേലോട്ട് കേസ് ഷിഫ്റ്റ് ചെയ്യുന്നു. അവിടെ യാതൊരുവിധ പ്രശ്നമില്ല. ഏതൊരു വ്യക്തിയുടെ ആയിക്കോട്ടെ, കേസ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സർഷ്യോററി കൊടുക്കാം. അതായത് ഒരു കാര്യത്തെ പറ്റിയിട്ട് അറിവ് കൊടുക്കുക എന്നുള്ള രീതിയിൽ കീഴ്ക്കോടതിയിൽ നിന്ന് ഒരു കേസ് നമ്മൾ മേപ്പോട്ടേക്ക് മാറ്റുകയാണെങ്കിൽ അതിന് എന്ത് പറയാവുന്നതാണ് അരുണെ? സർഷ്യോററി എന്ന് പറയും. പക്ഷെ കീഴ്ക്കോടതി അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ മേൽക്കോടതി, സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ അവരെ ശിക്ഷിക്കും. അതിനെ പറയുന്നതാണ് ജുഡീഷ്യൽ ആയിട്ടുള്ള റിട്ട്. ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മാത്രമേ ഉള്ളൂ? പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ട് മാത്രമേ ഉള്ളൂ ജുഡീഷ്യൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ പറയുന്ന 5 റിട്ടുകളും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? ഹൈക്കോടതിക്ക് അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ പലതും മാൻഡമസും കോവാറന്റെയും ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു. പ്രൊഹിബിഷനും സർഷ്യോറിയും ഈ ഇവിടെ ഉദ്യോഗസ്ഥന്റെ കാര്യം പറയുന്നത് പോലെ ഇവിടെ കോമൺ ഫാക്ടർ ആരാണ്? കീഴ്ക്കോടതിയാണ്. മനസ്സിലായോ? അതായത് ഇവിടെ കീഴ്ക്കോടതിയാണ് പ്രൊഹിബിഷൻ അവിടുത്തും സർഷ്യോറിക്കകത്തും കീ ഫാക്ടർ വരുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കീഴ്ക്കോടതിയിൽ നിന്ന് കേസ് ഷിഫ്റ്റ് ചെയ്യുന്നു സർഷ്യോററി. പക്ഷെ കീഴ്ക്കോടതി തന്നെത്താനെ അധികാര പരിധി, അവരുടെ ആ ഒരു ഏരിയ ഉണ്ട്, അത് ലംഘിച്ചു അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള നീതി കൊടുക്കുന്നതിനകത്ത് അവർ പിശക് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഏതാണ് വരുന്നത്? പ്രൊഹിബിഷൻ ആണ് വരുന്നത്. അപ്പൊ ഏതാണ് ജുഡീഷ്യൽ ആയിട്ടുള്ള റിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയണം സിനി? പ്രൊഹിബിഷൻ എന്ന് പറയണം. മനസ്സിലായോ ഡിഫറൻസ്? ഇപ്പൊ ഇതെല്ലാം എന്ത് തന്നെയാണ്? ലാറ്റിൻ വേർഡിൽ നിന്നിട്ടാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കേണ്ടതാണ്. ക്ലിയർ? സംശയം ഇപ്പൊ ഒന്നും ഇല്ലല്ലോ. ജുഡീഷ്യൽ റിട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഏത് മാത്രമാണ്? പ്രൊഹിബിഷൻ ആണ്. പ്രൊഹിബിഷൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ആർ ദ ഗ്രൗണ്ട്സ് ഫോർ ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? താഴെ പറയുന്നവയില് രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? violation of constitution, loss of confidence in parliament, recommendation of supreme court, recommendation of cabinet. എന്ത് മൂലമാണ് പ്രസിഡന്റിന് ഇന്ത്യയില് ഇംപീച്ച്മെന്റ് ചെയ്യാൻ സാധിക്കുന്നത്? ഏത് വെച്ചിട്ടാണോ? ഓപ്ഷൻ 1 വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനെ നമ്മൾ പ്രസിഡന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം ഈ കോഴ്സിനകത്ത് പഠിച്ചിട്ടുണ്ടോ? സെക്രട്ടറി അസിസ്റ്റന്റ് കോഴ്സിനകത്ത് പഠിച്ചിട്ടുണ്ടോ? ആർട്ടിക്കിൾ 62 ഓർ ആർട്ടിക്കിൾ 61 ഏതാണ് മീനു മോഹൻ? വേക്കൻസി മാത്രമേ പഠിച്ചിട്ടുള്ളൂ? അതാ പഠിച്ചേ എന്നിട്ടാണോ? അതല്ലല്ലോ. ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന സംഭവത്തിന്റെ ആർട്ടിക്കിൾ ഏതാണ്? ഇംപീച്ച്മെന്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ 60 71 ഇതിനെല്ലാം എടുത്ത് പൊട്ടക്കിണറ്റിലോട്ട് കൊണ്ടിടാം. എന്തുവാ കൊച്ചുങ്ങളെ, ഓരോ പരീക്ഷ കഴിയുമ്പോൾ പിള്ളേർക്ക് ലെവല് കൂടുകയല്ലേ വേണ്ടത്? 61
ഇംപീച്ച്മെന്റ്. അപ്പൊ പ്രസിഡന്റ് ഇന്ത്യക്ക് വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? ഭാഗ്യം 52. അപ്പൊ ഇത് പഠിക്കാം. കാണാൻ പറ്റുന്നുണ്ടോ സ്ലൈഡ്? അതായത് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ട യോഗ്യതകൾ നമ്മൾ NCERT ആണ് പഠിക്കുന്നത്. ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടണം, അല്ലെങ്കിൽ ചോദിക്കാം ഔട്ട്സൈഡ് ഇന്ത്യൻസിന് പറ്റും, ഓർ അങ്ങനെയുള്ള കുറെ കണ്ടീഷൻസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ ഇന്ത്യൻ പൗരനായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ഇനി എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ദെൻ ലോക്സഭയിലേക്ക്, ഇത് ഇപ്രാവശ്യത്തെ LDC പരീക്ഷയുടെ കീ പോയിന്റ് ആയിട്ട് ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയും വരുന്നത്. സോ ഇതോടെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ലോക്സഭയിലേക്ക് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് എവിടത്തേക്കാണ്? ലോക്സഭയിലേക്ക് എന്ന കാര്യം ഓർത്ത് വെച്ചേക്കണം. എവിടെയാണ്? ലോക്സഭയിലേക്ക്. ഇന്ത്യയിലെ ഏതെങ്കിലും സർക്കാരിന്റെ കീഴിൽ, അത് പിന്നെ നമുക്കറിയാം, പ്രതിഫലം പറ്റുന്ന ഉദ്യോഗസ്ഥനായിരിക്കാൻ പാടില്ല. അപ്പൊ ഈ ലോക്സഭയിലേക്കാണോ രാജ്യസഭയിലേക്ക് എടുക്കാനാണോ യോഗ്യത ഉണ്ടായിരിക്കേണ്ടത് പ്രസിഡന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം പറയാൻ വേണ്ടിയിട്ട്? ലോക്സഭയിലേക്ക് എന്ന കാര്യം കൃത്യമായിട്ട് അവിടെ നമ്മൾ ഓർത്തു വെച്ചിരിക്കേണ്ടതാണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾക്ക് കുറച്ചുകൂടെ ഉള്ളു കേട്ടോ. ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്, അതായത് റിമൂവൽ ഫ്രം ഓഫീസ് എന്നിട്ടാണ്. ഇംപീച്ച്മെന്റിന്റെ മീനിങ് റിമൂവൽ ഫ്രം ഓഫീസ്. പ്രസിഡന്റിനെ അദ്ദേഹം പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഇംപീച്ച്മെന്റ് എന്നാണ് പറയുന്നത്. പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് ഏത് രാജ്യത്തു നിന്നിട്ടാണോ കടം വാങ്ങിച്ചിരിക്കുന്നത്? ഏത് രാജ്യത്തു നിന്നിട്ടാണോ ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്? എനിക്കറിയത്തില്ല, നിങ്ങളങ്ങ് പറഞ്ഞാൽ മതി. നിങ്ങളെ ഞാൻ പഠിപ്പിച്ചാണ്. ആൻസർ കൊണ്ട് പറയാൻ മര്യാദയ്ക്ക്. ആരുടെ മൈക്കാണ്? സിനി സന്ദീപിന്റെ മൈക്കാണോ ഓൺ? ഓഫ് ചെയ്ത്. അയർലൻഡ് ഇംപീച്ച്മെന്റ് നോക്കിയിട്ട് തന്നെത്താനെ ആൻസർ കൃത്യമായിട്ട് പറയൂ. ഇംപീച്ച്മെന്റ് ആർട്ടിക്കിൾ 61. പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേര് ഇംപീച്ച്മെന്റ് ആണ്. എന്തിനു മാത്രമേ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഭരണഘടനാ ലംഘനത്തിന് മാത്രമേ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലംഘനം സംബന്ധിച്ച ആരോപണം പാർലമെന്റ്, ഇത് ഞാൻ പഠിപ്പിച്ചോ എന്നാണ് നിങ്ങളോട് ചോദിച്ചത്. ഈ 1/4 കാര്യം പഠിപ്പിച്ചോ? 14 ദിവസത്തെ നോട്ടീസോട് കൂടിയിട്ടുള്ളത് പഠിപ്പിച്ചോ എന്ന് ചോദിച്ചത്. ഇല്ല. ഓക്കെ. അപ്പൊ ഭരണഘടനാ ലംഘനം സംബന്ധിച്ച പഠിപ്പിച്ചാലും സാരമില്ല, ഞങ്ങൾക്ക് അതൊന്നും ഇപ്പൊ അറിയത്തില്ല. ബസ് ഒന്നുകൂടെ അങ്ങ് പഠിപ്പിച്ചോ എന്നായിരിക്കും നിങ്ങളിപ്പോ പറയുന്നത്. അല്ലെങ്കിൽ ലോകത്ത് ആരെങ്കിലും എന്റെ കൊച്ചുങ്ങളെ BSc നിങ്ങൾക്ക് ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും അല്ല കിട്ടി അവിടെയൊക്കെ ചെന്നാൽ പോലും നിങ്ങൾ ഉറക്കത്തിൽ പോലും പറയാമോ അല്ല മറക്കാമോ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ? പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്നതൊക്കെ കഷ്ടം. വല്ലവരും നിങ്ങളെ കണ്ടാൽ തന്നെ നിങ്ങളുടെ മക്കൾ ഇപ്പം പറയുമല്ലോ, നിങ്ങളുടെ LKG പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ പോലും പറയത്തില്ലയോ? നിങ്ങളെക്കാൾ കൂടുതൽ ബോധം കാണും ആ കൊച്ചുങ്ങള് പിന്നെ ഇതൊക്കെ കേൾക്കുവാണെങ്കിൽ, നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചിട്ടല്ല കേൾക്കുന്നതെങ്കിൽ. ഭരണഘടനാ ലംഘനം സംബന്ധിച്ച ആരോപണം പാർലമെന്റില് ഞാൻ മറ്റേത് പഠിപ്പിച്ചു വന്നേരം ഉപരാഷ്ട്രപതിയുടെ പറയായിരുന്നോ? ഉപരാഷ്ട്രപതിയുടെ നമ്മള് രാജ്യസഭയിൽ മാത്രമേ പറ്റത്തുള്ളൂ എന്നങ്ങാണ്ട് പറഞ്ഞിട്ടില്ലേ? ഇനി ആലോചിക്കുക, ആരെങ്കിലും ഇനി യെസ് പറയണം, എന്നാലേ ഞങ്ങൾ പറയത്തുള്ളൂ. ഏത് സഭയിലും പറ്റുമോ? ഉപരാഷ്ട്രപതിയുടെ പഠിപ്പിച്ചില്ലയോ? പിന്നെ ഞാനിതൊക്കെ സ്വപ്നത്തിലാണോ പഠിപ്പിച്ചത്? സ്പീക്കർ ഉപരാഷ്ട്രപതി പഠിപ്പിച്ചില്ലേ? ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ട് ടൈറ്റിൽ നോട്ട്സ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഏതൊക്കെ പഠിപ്പിച്ചു. പണ്ടാണെങ്കിൽ ഞങ്ങൾ ഇവിടെ മിണ്ടാതിരുന്നേനല്ലേ വൈശാഖ്? ഇപ്പൊ പെട്ടെന്ന് ഓടിച്ചാൽ മതി, ഞങ്ങൾക്ക് അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഉണ്ടോ എന്നിട്ടുള്ളത്. ഓക്കെ സോറി. അപ്പൊ ഭരണഘടനാ ലംഘനം സംബന്ധിച്ച ആരോപണം പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയിൽ ഉന്നയിക്കാവുന്നതാണ്. സഭയിലെ മൊത്തം അംഗങ്ങളിൽ 4/1 അംഗങ്ങൾ ഒപ്പിട്ട പ്രമേയം 14 ദിവസത്തെ നോട്ടീസോട് കൂടിയിട്ട് സഭയിൽ സമർപ്പിച്ചിരിക്കണം. സഭയിൽ 14 ദിവസത്തെ നോട്ടീസോട് കൂടിയിട്ട് 4/1 അംഗങ്ങൾ ഒപ്പിട്ട പ്രമേയം. എത്ര അംഗങ്ങൾ ഒപ്പിടണം? 4/1 അംഗങ്ങൾ ഒപ്പിടണം. എത്ര അംഗങ്ങളാണ്? 4/1 അംഗങ്ങൾ ഒപ്പിടണം.
പ്രമേയം എത്ര ദിവസത്തേക്ക് മുമ്പ് അവതരിപ്പിക്കണം? 14 ദിവസത്തെ നോട്ടീസോട് കൂടിയിട്ട് സമർപ്പിച്ചിരിക്കേണ്ടതാണ്. ഈ പ്രമേയം സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ 2/3 ഭൂരിപക്ഷത്തോടെ, പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടത് എത്ര അംഗങ്ങൾ ഒപ്പിടണം? 1/4 അംഗങ്ങൾ. ഇനി പ്രമേയം അവതരിപ്പിക്കുന്നതാണ്, തെറ്റിപ്പോകരുത്. രണ്ടും വരുന്നുണ്ട്, 4/1 വരുന്നുണ്ട്, 2/3 വരുന്നുണ്ട്. ഇവിടെ പാസ്സാക്കണമെങ്കിൽ എന്ത് വേണം? മൊത്തം അംഗസംഖ്യയിൽ 2/3 ഭൂരിപക്ഷത്തോടെ പാസ്സായെങ്കിൽ മാത്രമേ എന്ത് വരത്തുള്ളൂ? ഇത് പാസ്സാക്കാൻ പറ്റത്തുള്ളൂ. ഒന്നുകൂടെ ഞാൻ പറയാം, നന്നായിട്ട് ശ്രദ്ധിക്കണം. അതായത് ലോക്സഭയിലോ രാജ്യസഭയിലോ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? എസ് എന്ന് പറയണം. ഇനി അതുകൂടാതെ അംഗങ്ങളുടെ 1/4 അംഗങ്ങൾ ഒപ്പിട്ട പ്രമേയം 14 ദിവസത്തെ നോട്ടീസോട് കൂടിയിട്ട് സഭയിൽ സമർപ്പിച്ചിരിക്കണം. ഈ പ്രമേയം സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ 2/3 ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് പാസ്സാക്കിയിരിക്കണം. സഭയുടെ 2/3 ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് പാസ്സാക്കിയിട്ടിരിക്കണം. പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയിൽ പ്രസിഡന്റിനെതിരെയുള്ള കുറ്റാരോപണം അംഗീകരിച്ചാൽ അതിനെക്കുറിച്ച് ഇതര സഭ അന്വേഷണം നടത്തണം. ഓക്കെ, അതായത് പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയിൽ പ്രസിഡന്റിനെതിരായ കുറ്റാരോപണം അംഗീകരിച്ചാൽ അതിനെക്കുറിച്ച് ഇതര സഭ അന്വേഷണം നടത്തണം. അന്വേഷണത്തിന്റെ അവസാനത്തിൽ അന്വേഷണം നടത്തിയ സഭ ആകെ അംഗത്തിന്റെ 2/3 ഭൂരിപക്ഷത്തോടെ ആരോപണം ശരിവെക്കുകയാണെങ്കിൽ പ്രസിഡന്റിനെ കുറ്റം ചെയ്തതായി കണക്കാക്കി അദ്ദേഹത്തെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാം. ഞാൻ ഒന്നുകൂടെ പറയാം, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എത്ര അംഗങ്ങൾ ഒപ്പിട്ടെങ്കിൽ മാത്രമേ പ്രമേയം കൊടുക്കാൻ പറ്റത്തുള്ളൂ? 1/4 അംഗങ്ങൾ ഒപ്പിടണം. എത്ര ദിവസത്തേക്ക് മുമ്പ് കൊടുക്കണം? 14 ദിവസത്തെ നോട്ടീസോട് കൂടിയിട്ട് കൊടുക്കണം. ഇനി ഈ പ്രമേയം പാസ്സാക്കണമെങ്കിൽ മൊത്തം അംഗസംഖ്യയുടെ എത്ര ഭൂരിപക്ഷം വേണം? ഭൂരിപക്ഷം എത്ര വേണം? 2/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ പാസ്സാക്കാൻ പറ്റത്തുള്ളൂ. ഇനി അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ലോക്സഭയിലോ രാജ്യസഭയിലോ എവിടെ വേണമെങ്കിലും ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. ലോക്സഭ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന രാജ്യസഭ പ്രമേയം ഒരു അന്വേഷണം നടത്തിയിട്ട് അവരും 3/2 ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് പാസ്സാക്കിയെങ്കിൽ മാത്രമേ പ്രസിഡന്റിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ്റത്തുള്ളൂ. ഡിഫറൻസ് മനസ്സിലായോ? ആദ്യമായിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം, ലോക്സഭയിലോ രാജ്യസഭയിലോ എവിടെ വേണമെങ്കിലും പ്രസിഡന്റിനെതിരായിട്ടുള്ള ഇത് ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇനിഷ്യേറ്റ് ചെയ്യണമെങ്കിൽ 4/1 അംഗങ്ങൾ ഒപ്പിട്ട് 14 ദിവസത്തിന് മുമ്പേ സഭയിൽ സമർപ്പിച്ചിരിക്കണം. ഇനി ഈ ഒരു സംഭവം എല്ലാം ചെയ്ത് അതിനകത്ത് മൊത്തം അംഗങ്ങളുടെ 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രമേയം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എവിടെയായാലും പാസ്സാക്കാൻ പറ്റത്തുള്ളൂ. ഇനി ലോക്സഭയിലാണ് ഇത് പാസ്സാക്കുന്നതെങ്കിൽ ആരന്വേഷിക്കണം? രാജ്യസഭ അന്വേഷിക്കണം. രാജ്യസഭയിലാണ് പാസ്സാക്കുന്നതെങ്കിൽ ലോക്സഭ അന്വേഷിക്കണം. അന്വേഷിച്ചതിന് ശേഷം കുറ്റാരോപിതനാണ് എങ്കിൽ 2/3 ഭൂരിപക്ഷം എഗെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ പ്രമേയം അത് കുറ്റം ചെയ്തതായിട്ട് കണക്കാക്കി അദ്ദേഹത്തിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പദവിയിൽ നിന്ന് നീക്കാൻ പറ്റത്തുള്ളൂ. ഡിഫറൻസ് മനസ്സിലായോ? അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ആലോചിച്ച് വെക്കേണ്ടത്, എത്ര ദിവസത്തേക്ക് മുമ്പ് നോട്ടീസ് കൊടുക്കണം? 14 ദിവസത്തേക്ക് മുമ്പ് നോട്ടീസ് കൊടുക്കണം. ആ ഒരു പ്രമേയം ഒന്ന് ജസ്റ്റ് അവതരിപ്പിക്കണമെങ്കിൽ 4/1 അംഗങ്ങൾ സൈൻ ചെയ്യണം. ഇനി സൈൻ ചെയ്താൽ മാത്രം പോരാ, പ്രമേയം പാസ്സാക്കണമെങ്കിൽ എത്ര ഭൂരിപക്ഷം വേണം? മൊത്തം അംഗങ്ങളുടെ 3/2 ഭൂരിപക്ഷം ഏത് സഭയിലായാലും വേണം. ഇനി ഓപ്പോസിറ്റ് നിൽക്കുന്ന സഭ ഇത് പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യേണ്ടതാണ്? അവര് ഇത് അംഗീകരിക്കുകയാണ് എങ്കിൽ അവർക്കും എഗെയിൻ എന്ത് വേണം? 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ പ്രസിഡന്റിനെ തലസ്ഥാനത്ത് നിന്ന് കുറ്റം ചെയ്തതായിട്ട് മനസ്സിലാക്കിയിട്ട് പദവിയിൽ നിന്ന് മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവിടുത്തെ ആൻസർ എന്താണ് പറയുന്നത്? കറക്റ്റ് ആൻസർ ആയിട്ട് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള A to Z പോയിന്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഡിഗ്രി ലെവൽസിൽ നല്ല ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് ഇതിന്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓരോ പോയിന്റുകളും നമ്മൾ കീറി മുറിച്ച് വേണം കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി നിങ്ങൾ ആരെങ്കിലും നമ്മളുടെ ഫോക്കസ് ഏരിയയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 1299 ആണ് ഫീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ടോപ്പിക്സിനകത്തായിരിക്കും നമുക്ക് വരുന്നത്. വൈകിട്ട് 7 മണി മുതൽ 7:45 വരെ ആയിരിക്കും ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം കമ്പൈൻ സ്റ്റഡി ഉണ്ടായിരിക്കും.
വീക്കിലി 5 ക്ലാസ്സസ് ആയിരിക്കും വരുന്നത്. അപ്പൊ താല്പര്യമുള്ളവര് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാനാണ്. 8078962109 എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാനാണ്. എല്ലാത്തിനും PDF നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ലൈവ് സെഷൻസ് കാണാൻ പറ്റാത്തവർക്കാണെങ്കിൽ റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്.